ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ പുരോഗമിക്കുകയാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഓളം സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നത് ഒരു സംശയമാണ് അല്ലേ. എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കായിട്ട് അഗ്നി പരീക്ഷ മാറിയിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്, അഗ്നിപരീക്ഷ ഹോട്ട്സ്റ്റാറിൽ രാത്രി 12-12:30 1 മണിക്കകത്താണ് ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. ആ സമയത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയവുമല്ല. ഒരുപക്ഷെ വൈകുന്നേരമൊക്കെയാണ് അഗ്നിപരീക്ഷ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ കൂടിയൊക്കെ സോഷ്യൽ മീഡിയക്കകത്തതൊരു ചർച്ചയായനെ. അപ്പോൾ ഒന്ന് തണുത്തൊരു സമയത്ത് ഒരു വളരെ നിശബ്ദമായ സമയത്ത് അഗ്നിപരീക്ഷ OTTയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏഷ്യാനെറ്റിലാണെങ്കിലും വരുന്നത് ഒരുപാട് രാത്രിയിലാണ്. സീരിയലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അഗ്നിപരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അഗ്നിപരീക്ഷ ചർച്ചയാവുന്നതിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത്, 40 പേരുമായിട്ടാണ് ഷോ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ആളുകൾ വരുന്ന സമയത്ത് ഓഡിയൻസ് തന്നെ ആകെ കൺഫ്യൂഷനാവും. പലർക്കും പലരുടെയും പേര് തന്നെ മനസ്സിലാവില്ല. എല്ലാവരുടെയും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ അവർക്കും കഴിയില്ല. ഇതൊരു ഓഡീഷനാണ്. നമ്മൾ ആ നിലയ്ക്ക് അതിനെ കാണുകയാണെങ്കിൽ ഓഡിയൻസ് ഷോയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണ്ടസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതായത് പുലർച്ചെ മുട്ടിട്ട് ഉച്ചയോട് കൂടിയിട്ട് വിരിഞ്ഞ് വൈകുന്നേരത്തോട് കൂടിയിട്ട് കൊഴിഞ്ഞു പോകുന്ന പുഷ്പം പോലെയാണ് അഗ്നി പരീക്ഷയിലെ കണ്ടസ്റ്റൻസ്. എപ്പോൾ ആര് പോകുമെന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്യുന്ന ആൾ നാളെ ഔട്ടായി പോകും. സോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നത് ശരിയാണ്, ഇതൊരു ഓഡിഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്കതിനകത്ത് ഓഡിയൻസിനെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. സോ അതൊരു മെയിൻ റീസൺ ആണെന്ന് തോന്നുന്നു. ജഡ്ജസ് ഒക്കെ അവരുടെ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ബട്ട് എന്നാലും അഗ്നി പരീക്ഷ എന്നാണ് പേരെങ്കിലും ഒരു തണുപ്പാണ് പൊതുവെ ഫീൽ ചെയ്യുന്നത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.